സ്വാഗതം പ്രിയരെ. ചക്രാസിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7 ചക്രാസ് ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇത് എങ്ങനെ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2020 കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ചക്ര മെഡിറ്റേഷൻ, ചക്ര ബാലൻസിങ് എന്ന സങ്കല്പം കേൾക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ആ ലോക്ക്ഡൌൺ സമയത്ത് കടുത്ത ഒരു ആശങ്കാകുലമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, "സാർ, രാവിലെ ഒന്ന് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ." അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് എന്നെ പോലുള്ള ആളുകൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരു ചിന്തയിലുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, "ഒരു 2 മിനിറ്റ് അനങ്ങാതെ കണ്ണടച്ച് ബ്രീത്ത് ശ്രദ്ധിച്ചിരിക്കൂ സാറേ" എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഒരു 30 മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചക്ര ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. അങ്ങനെ അത് ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ഇപ്പോ നിങ്ങൾക്കറിയാലോ, ഞാൻ ടാരോ പഠിപ്പിക്കുന്ന ഒരാളാണ്, ടാരോ അബണ്ടൻസ് കോച്ചാണ്. ഇതിന്റെ ഇടയിലാണ് എനിക്ക് ഈ ചക്രാസും ടാരോയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. ടാരോ ഉപയോഗിച്ചുകൊണ്ട് ചക്രാസ് ബാലൻസ് ചെയ്യാമെന്നും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു എനർജി, നമ്മുടെ ബ്ലോക്കേജുകളെല്ലാം മാറ്റാമെന്നും എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ അറിവാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. 6 കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ആദ്യം, എന്താണ് ചക്ര, അത് എവിടെ നിന്ന് വന്നു, അതിന്റെ ഒറിജിൻസ് എന്താണ്. 2, ശരീരത്തിലെ 7 ചക്രാസ് എന്തൊക്കെയാണ്. അതിനുശേഷം ടാരോ എന്താണ്, ടാരോയും ചക്രയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ചക്രാസും നിങ്ങൾ അലൈൻഡ് ആണോ. ഫോർ എക്സാമ്പിൾ, 3 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ ഒരു ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആയിരിക്കും. ഇത് മൂന്നാണെങ്കിൽ ബാലൻസ്ഡ് ആണ് ഏറ്റവും നല്ലത്. അപ്പൊ 7 ചക്രയും ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണം കിട്ടും. ഇനി അതിനുശേഷം അവസാനം ടാരോ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, ഒരു 3 എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുകൂടി പറയുന്നിടത്താണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, എന്റെ പേര് പ്രദീപ്, ഐ എം എ ടാരോ അബണ്ടൻസ് കോച്ച്. വീട്ടിലിരുന്ന് ടാരോയിലൂടെ വരുമാനം നേടാൻ വനിതകളെ, അല്ലെങ്കിൽ അതുമായിട്ട് താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക എന്നാണ് എന്റെ ഹോബി, ഇഷ്ടവും. നിങ്ങൾക്ക് ടാരോ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു ലിങ്കിൽ വന്ന് എന്റെ സൗജന്യമായിട്ടുള്ള വെബിനാറിൽ പങ്കെടുത്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ പെയ്ഡ് കോഴ്സിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്ലാസ്, സ്ലൈഡ്, നമുക്ക് എവിടെ നിന്നാണ് ഈ ചക്രാസ് എന്ന് പറയുന്നതിന്റെ ഒറിജിൻ എന്ന് നോക്കാം. ചക്രാസിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും തന്നെയാണ് വരുന്നത്. ഉദാഹരണത്തിന്, എന്താണ് ചക്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എനർജി സെന്റേഴ്സ് ആണ്. അതായത് നമ്മൾ ട്രഡീഷണൽ യോഗ ഇത് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 7 എനർജി സെന്റേഴ്സ് ഉണ്ട്. ഇത് എന്താ പറയുക, നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, ഈ 3 ആംഗിളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വാക്ക് ചക്ര എന്നുള്ളത് വന്നിട്ടുള്ളത് സാൻസ്ക്രിറ്റ് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ, വീൽ, ഡിസ്ക് എന്നിവയാണ്. അതായത് ഈ നാഡീവ്യൂഹം എന്താണ് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നും, അത് എന്താ പറയുക, 7 സെന്റർ ആണ്, 7 അതിന്റെ പവർ സെന്റേഴ്സ് എന്നും, അവിടെ നിന്നാണ് ശരീരം മുഴുവൻ ഇത് വ്യാപിക്കുന്നതെന്നും ആ ഏൻഷ്യൻ പീപ്പിൾ മനസ്സിലാക്കിയിരുന്നു. ഇതിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് 1500 BC എഴുതപ്പെട്ടിട്ടുള്ള അർത്ഥശാസ്ത്രയിലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ വായ്മൊഴിയായി ഇത് ഒരുപാട് പേര് അറിഞ്ഞിരുന്നു. സംസ്കാരത്തിന്റെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ ട്രഡീഷന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യോഗിക്ക് ഇതിൽ കുണ്ടലിനി യോഗ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്രാസുമായിട്ട് ബന്ധപ്പെട്ട് ഈ റൂട്ട് ചക്രനെ നമുക്ക് എങ്ങനെ എൻലൈറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ക്രൗൺ ചക്രയിൽ എത്തിക്കാമെന്നും അതിലൂടെ സ്പിരിച്വൽ ഇതിലേക്ക് കണക്ട് ചെയ്യാമെന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്, ഇനി നിങ്ങൾക്ക് ചക്രനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഈ ഭാഗം കാണുക. ചക്രാസിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റ് ഫോർവേഡ് പോയിട്ട് വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ അറിയേണ്ടത്, ഒരു മനുഷ്യ ശരീരത്തിൽ 7 ചക്രാസാണുള്ളത്. 8ാമത്തെ ചക്ര മുകളിലുണ്ട് എന്ന് പല ബുക്കുകളിലും പറയുന്നുണ്ട്. അപ്പോ നമുക്ക് 7 ശരീരത്തിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ താഴെയിൽ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. കാര്യം എപ്പോഴും നിങ്ങൾക്കറിയാലോ, റൂട്ട് ടു ക്രൗൺ എന്ന് പറയുന്ന ഇടത്താണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചക്ര എന്ന് നമ്മൾ പറയുന്നത് ബേസ് ചക്ര എന്ന് പറയും, മൂലാധാര. അതായത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈൻ, അതായത് നട്ടെല്ലിന്റെ അവസാനം വന്ന് മുട്ടുന്ന ആ ഭാഗത്ത് അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചുവന്ന കളറിലുള്ള ഒരു ചക്രയാണ് എന്താ പറയാ, റൂട്ട് ചക്ര, മൂലാധാര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി,
സ്ഥിരത എന്നൊക്കെ പറയുന്നതിന്റെ ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്ഥിരത, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സ്ഥിരത. നിങ്ങൾക്കറിയാലോ, ചില വ്യക്തികൾ ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും റൂട്ട് ചക്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് എന്താ പറയാ സ്റ്റെബിലിറ്റി പല കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഇതേ വീഡിയോയിൽ തന്നെ. അപ്പോ ഇത് ഒരു ചുവന്ന ഗോളാകൃതിയിലാണ് നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. സ്പൈൻ, അതായത് നട്ടലിന്റെ അവസാന ഭാഗത്ത് ഒരു ഗോളാകൃതിയിലുള്ള ഒരു സെന്റർ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മളൊരു അവിടെ നിന്ന് താഴത്തേക്ക് വേരുകൾ വളരുന്ന വഴിയൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അതായത് റൂട്ട്, സാധാരണ ഒരു ചെടി നിങ്ങൾക്കറിയാലോ, വേര് എങ്ങനെയാണോ എനർജി വലിച്ചെടുത്ത് വളരുന്നത്, അതേപോലെ നമ്മുടെ ഈ ചക്രാസിന്റെ ബേസ് ചക്രയിലാണ് ഇതിന്റെ ഏറ്റവും ഇത് തുടങ്ങുന്നത്. ഇത് ആണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. രണ്ടാമത്തെ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ നാഭിയുടെ തൊട്ട് താഴെ ഓറഞ്ച് കളറുള്ള ഒരു ചക്രയാണ്. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ഉള്ളിലാണുള്ളത്. അതിനെ നമ്മൾ സൈക്രൽ ചക്ര എന്നാണ് പറയുന്നത്. സൈക്രൽ. ഓക്കെ. അപ്പോ ഈ ചക്രയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇമോഷൻസിന്റെ ഇതാണ്. അതായത് വൈകാരികത എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. അതേപോലെ സർഗാത്മകത. അപ്പോൾ ഈ ചക്ര വളരെ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ നല്ല സർഗാത്മകത ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡള്ളായിരിക്കും ഇമോഷണലി. ഇത് ഫോർ എക്സാമ്പിൾ നമുക്ക് സ്നേഹം എന്ന് പറയുന്ന ഇത് ഒരു ഫിസിക്കൽ ലവ് ഒക്കെ വരുന്നത് ഈ സൈക്രൽ ചക്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഭാഗത്തിലെ അലൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ പൊക്കിൾക്കൊടിയുടെ മുകളിലായിട്ട് വരുന്ന ചക്രയാണ്. അതിനെ നമ്മൾ സോളാർ പ്ലക്സസ് എന്നാണ് പറയുന്നത്. ഇത് മഞ്ഞ കളറുള്ള ചക്രയാണ്. ഇത് ഇറ്റ്സ് എ വെരി പവർഫുൾ ചക്ര. സൂര്യന്റെ ഇതാണ് വരുന്നത്. നമ്മുടെ കോൺഫിഡൻസ്, പവർ, നമ്മൾ ഗട്ട് ഫീലിംഗ് എന്നെല്ലാം പറയുന്നത് ഈ ചക്രയിൽ നിന്നാണ് വരുന്നത്. ഇത് മഞ്ഞ കളറിലാണ്. അപ്പോൾ ഈ 3 ചക്രാസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഇതായിട്ടുള്ള ബേസ് ചക്രയിൽ തുടങ്ങി സ്റ്റെബിലിറ്റി, പിന്നെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമോഷൻസിൽ വന്നു, പിന്നെ പവർ ആൻഡ് കോൺഫിഡൻസ്. അതിനുശേഷം നമ്മൾ വരുന്നത് ഹാർട്ട് ചക്ര എന്ന് പറയുന്നതാണ്. അത് ഏകദേശം ഹൃദയഭാഗത്താണ് വരുന്നത്. ഇതിന് പച്ച കളറാണ്. പച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ശരീരത്തിലെ വെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെയിൻ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒരു പച്ച കളറാണ് കാണുന്നത്. ഏകദേശം അതേ ഗ്രീൻ കളറുള്ള ഒരു ചക്രയാണത്. ഇത് സ്നേഹം, കമ്പാഷൻ. അപ്പോ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ മറ്റുള്ളവരോടൊരു സ്നേഹം, സഹാനുഭൂതി എന്ന വികാരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ചക്രയിൽ നിന്നാണ്. പിന്നെ വരുന്ന ചക്ര എന്ന് പറയുന്നത് ത്രോട്ട് ചക്ര എന്ന് പറയും. ഇതിന് ബ്ലൂയിഷ് കളറാണ്. നമ്മൾ ഒരു ശിവന്റെ ഇത് സങ്കല്പത്തിൽ നിങ്ങൾക്കറിയാം, കഴുത്ത് ശിവന്റെ ബ്ലൂയിഷ് കളറിലാണ്. അത് ശരിക്കും ഈ ചക്രനെ തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇത് സംസാരിക്കാനുള്ള കഴിവാണ്, സത്യം പറയാനുള്ള കഴിവ്, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്. ഈ ത്രോട്ട് ചക്ര നല്ല ഇതുള്ള ആൾക്കാർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളതായിരിക്കും. പിന്നത്തെ ചക്ര നമ്മൾ തേർഡ് ഐ എന്ന് പറയുന്നതാണ്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരിക. ഒരു ഇൻഡിഗോ കളറാണ്. ഓക്കെ. ഇത് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇൻഡിഗോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇൻറ്റ്യൂഷൻ, വിസ്ഡം, ലൈഫ് പേർപ്പസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ വയലറ്റ് എന്ന് പറയുന്ന ചക്രയാണ്, ക്രൗൺ ചക്ര എന്ന് പറയും. ഇതാണ് സ്പിരിച്വാലിറ്റിയും നമ്മുടെ എന്താ പറയാ മറ്റുള്ളവരുടെ കണക്ഷൻ. ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകാശം നിൽക്കണല്ലോ വെള്ള അതിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും വിബ്ജിയോർ എന്ന് പറയുന്നത്. ശരിക്കും ആ വിബ്ജിയോർ എന്ന് പറയുന്നതിന്റെ 7 കളേഴ്സ് തന്നെയാണ് ഈ 7 ചക്രാസിൽ വരുന്നത്. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. അതായത് ഈ പ്രകാശകിരണങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 7 കളേഴ്സ് 7 ചക്രാസുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ നമുക്ക് ഇതിൽ ഒരു ഗൂസ് ബംസ് വരും. അതായത് നിങ്ങൾക്ക് മനസ്സിലായത് ആ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ 7 സെന്റേഴ്സും നമ്മുടെ ശരീരത്തിൽ അറിഞ്ഞിരിക്കുമ്പോഴാണ്, ഇതെല്ലാം അലൈൻമെന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രകാശകിരണം എങ്ങനെയാണോ വെള്ളയാവുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഭയങ്കര ബാലൻസും ഇതും കിട്ടുന്നത്. ഇനി ടാരോ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടാരോനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് 78 കാർഡുകളുടെ ഒരു കൂട്ടമാണ്. ഇത് മനുഷ്യ ജീവിതം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ മാതൃകാ ജീവിതത്തെയാണ് ടാരോ കാർഡുകളിൽ പ്രതിനിധീകരിക്കുന്നത്. ടാരോ കാർഡുകളെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. മേജർ ആൻഡ് മൈനർ ആർക്കാന എന്ന് പറയും. ഇതിനെ തന്നെ നമുക്ക് ഇത് എന്താ പറയുക, ഇത് നമ്മുടെ 5 പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് 4 യാത്രകൾ ഇവിടെ ഇതിലും ഒരു യാത്ര ആത്മീയ യാത്രയുമാണ്. അതായത് എന്താണ് ജീവിതത്തിൽ നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്ന യാത്ര, അതിനെ നമ്മൾ മേജർ ആർക്കാന എന്ന് പറയും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 4 ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫയർ എന്ന് പറയുന്ന മൂലകമാണ്. ഇത് നമ്മുടെ അഭിനിവേശത്തിന്റെ ഒരു യാത്രയാണ്. അത് നമ്മുടെ ഈ അഭിനിവേശത്തിന്റെ യാത്ര നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സോളാർ പ്ലക്സും സൈക്രൽ ചക്രയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ഷൻ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. രണ്ടാമത്തെ ഭൂതം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇത് നിങ്ങൾക്കറിയാം ഇമോഷൻസ് ആണ്, വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് നമുക്ക് 2 ചക്രാസ് വേണം, ഹാർട്ട് ചക്രയും വേണം, സൈക്രൽ ചക്ര.
അതായത് ഗ്രീൻ ആൻഡ് ഓറഞ്ച്, ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക നല്ല ഒരു ഇമോഷണൽ ലൈഫ് നമുക്ക് കിട്ടുന്നത്. ഇനി വായു എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ ബുദ്ധിയുടെ എലമെന്റ് ആണ്. ബുദ്ധി നിങ്ങൾക്കറിയാലോ എപ്പോഴും ത്രോട്ടും തേർഡ് ഐയും ചക്രയും കണക്റ്റഡ് ആണ്. അതായത് ചിന്തകൾ, ഇൻറ്റ്യൂഷൻ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്കെല്ലാം അറിയാലോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല, ബ്ലോക്കേജ്, അല്ലെങ്കിൽ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുക. അതെല്ലാം ഈ എന്താ പറയുക ത്രോട്ട് ചക്രയുടെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പണം, ആരോഗ്യം, തൊഴിൽ എന്നിവ വേണം. അതിനാണ് പെന്റക്കിൾസ് എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന മൂലകം. ഇത് നമ്മുടെ റൂട്ട് ചക്രയാണ്. ഇത് കൂടാതെ മേജർ ആർക്കാന എന്ന് പറയുന്നതാണ് ക്രൗൺ ചക്ര. അപ്പോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ടാരോ കാർഡിലെ 78 കാർഡിലെ ഓരോ മൂലകങ്ങളും നമ്മുടെ ശരീരത്തിലെ ഒന്നോ രണ്ടോ ചക്രാസുമായിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് ആണ്. അപ്പൊ പെന്റക്കിൾസ് എന്ന് പറയുന്ന റൂട്ടാണ്, മേജർ ആർക്കാന എന്ന് പറയുന്ന ക്രൗൺ ആണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം രണ്ട് രണ്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ സോഡ് എന്ന് പറയുന്ന ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ത്രോട്ട്. പിന്നെ കപ്സ് എന്ന് പറയുന്ന ഹാർട്ട് ആൻഡ് സൈക്കിൾ, ആൻഡ് വോൺസ് എന്ന് പറയുന്നത് നമുക്ക് സോളാർ പ്ലക്സസ് സൈക്കിൾ ചക്ര. അപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാരോയും ചക്രാസും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അപ്പോ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി, എന്താണ് ചക്രാസ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് ടാരോ എന്താണെന്ന് മനസ്സിലായി, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഇതില് നമ്മുടെ ചക്രാസ് ഒക്കെ അലൈൻഡ് ആണോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ഭാഗം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഏതൊക്കെ ചക്രാസ് നിങ്ങളുടെ ബ്ലോക്ക്ഡ് ആണ്, ഏതൊക്കെ ചക്രാസ് ബാലൻസ്ഡ് ആണ്, ഏതൊക്കെ ചക്രാസ് ഓവർ ആക്റ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ ഐ യു റെഡി ഡിയേഴ്സ്? ലെറ്റ്സ് ഡു ദിസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്രൗൺ ചക്രയിൽ നിന്ന് തുടങ്ങാം. അല്ല, റൂട്ട് ചക്ര. നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോവാം, അതാണ് എപ്പോഴും നല്ലത്. അപ്പൊ റൂട്ട് ചക്ര എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഡു യു റിമെമ്പർ? യെസ്, അതായത് നമ്മുടെ സ്പൈനിന്റെ, നട്ടലിന്റെ താഴെയുള്ളത്. എന്ത് കളറാണ് റൂട്ട് ചക്രയ്ക്ക്? യെസ്, ഇറ്റ്സ് റെഡ് ഇൻ കളർ. മൂലാധാര എന്ന് പറയുന്നത്. ഇതിന് 3 പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അതായത് ഇത് നമുക്ക് ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും കാര്യങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവില്ല, ശരിയാകുമോ എന്നുള്ള എപ്പോഴുമുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി വല്ലാതെ ഉണ്ടാവും. അതായത് നമ്മൾ എത്ര കാശ് നേടിയാലും അതിനേക്കാളും കൂടുതൽ ചെലവ് വരും. ഇത് കോമൺ ആയിട്ടുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ ഈ നമുക്ക് എപ്പോഴും കാശ് കിട്ടുമോ എന്നൊരു ആൻസൈറ്റി ഉണ്ടാവും. നാളെ ഞാൻ എന്ത് ചെയ്യും, മറ്റന്നാളെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റൂട്ട് ചക്രയിൽ ബ്ലോക്കേജ് ഉണ്ട് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതേസമയം നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയും നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും എന്ന് വിശ്വസിക്കുന്ന, എന്താ പറയുക, ഈ ലോകത്ത് നമുക്കറിയാലോ 95% ആളുകളും ഇൻസെക്യൂർ ആയിട്ടുള്ള ജോബുകളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ വിശ്വാസം കൊണ്ട് മാത്രമാണ് ദിവസവും മുന്നോട്ട് പോകുന്നത്. അതായത് എനിക്കുള്ള അന്നം ഈ ലോകത്ത് എവിടെയോ ഉണ്ട്, അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടും എന്ന വിശ്വാസം, അതിനാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇത് ഓവർ ആക്റ്റീവ് ആയിട്ട് ചിലവരുണ്ടാവും. അവർക്ക് ഭയങ്കര എന്താ പറയുക ഗ്രീഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത്യാഗ്രഹം. അതായത് 100 രൂപയുടെ ഒരു സാധനത്തിന് 200 രൂപ വാങ്ങുക, ഒരു സേവനത്തിന്, എല്ലാ കാര്യത്തിനും ആർത്തി, ലസ്റ്റ് ഫോർ പവർ, അധികാര ഭ്രാന്ത്, ഇതെല്ലാം ഉള്ളത് ഈ റൂട്ട് ചക്ര. അതായത് നമുക്ക് എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ റൂട്ട് ചക്ര ഓവർ ആക്റ്റീവ് ആയിട്ടാണ്. അപ്പോ നമുക്കിത് ബ്ലോക്കേജും പാടില്ല, ഓവർ ആക്റ്റീവും ആവാൻ പാടില്ല. ഇതിന്റെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ട്. അവിടെ ബാലൻസ് വരുമ്പോഴാണ് റൂട്ട് ചക്ര വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ റൂട്ട് ചക്ര ബാലൻസിങ്ങിന് ഉപയോഗിക്കുന്ന മെഡിറ്റേഷനും അഫർമേഷനും ആണ്. ഇനി നമുക്ക് സേക്രൽ ചക്ര എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ എന്ത് കളറാണ്? ഓറഞ്ച് കളറാണ്. എന്താണ് അതിൻ്റെ ഇത് പറയാം. ഇത് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളുമായിട്ട് അടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ആളുകളെ വെച്ചാൽ ഏത് വ്യക്തിയുമായിട്ട് വരും ഒരു ഫിയർ ഓഫ് ഇന്റിമസി, അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാരയാകുമോ, അതേപോലെ ഒരു ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി, അതായത് ജീവിതത്തിലെ ഒരു സർഗാത്മകത, ഒരു കാര്യത്തിലും സർഗാത്മകമായിട്ട് ചിന്തിക്കാൻ തോന്നില്ല, നമുക്കിങ്ങനെ ഉള്ളത് മതി എന്ന രീതിക്ക് പോകുന്നതായിരിക്കും. അതേസമയം ഇത് നല്ല ബാലൻസ്ഡ് ആണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക, വൈകാരികമായിട്ടുള്ള നല്ലൊരു മെച്യൂരിറ്റി ഉണ്ടാവും. ഇത് ഓവർ ആയിട്ടാണെങ്കിൽ ഓവർ ഇമോഷണൽ ആയിരിക്കും, ഒന്നുകിൽ ദേഷ്യപ്പെടും അല്ലെങ്കിൽ കരയും, എന്ത് കാര്യത്തിലും ഓവർ ഇമോഷണൽ ആയിരിക്കും. മാത്രമല്ല ഒരു ലൈംഗിക ആസക്തി കൂടുതൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ബാലൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നുള്ളതാണ് കാര്യം. ഇനി സോളാർ പ്ലക്സ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ചക്രയാണ്. എന്ത് കളറാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മഞ്ഞ എന്ന് പറയുന്ന കളറാണ്. ഇത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേരിൽ ബ്ലോക്കേജ് കാണുന്ന ഒരു ചക്രയാണ്. ഇതിൽ ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ്. ഇത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഇത് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് പറ്റില്ല, അറിയില്ല, കഴിയില്ല എന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ സെൽഫ് എസ്റ്റീമിന്റെ ഇത് കൊണ്ടാണ്. സോളാർ പ്ലക്സ്, അതായത്
ചക്ര എന്താ പറയാ ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത് കൃത്യമായിട്ട് ബാലൻസ്ഡ് ഉള്ള ആളുകൾ അസാമാന്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവും, പവർ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസം, ആത്മവിശ്വാസം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ചക്ര നമ്മൾ നോർമൽ ആണെങ്കിൽ ഗുണം. അതേസമയം ഇത് ഓവറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലോ അവര് ഭയങ്കര പവർ ഹംഗ്രി ആയിരിക്കും. പവർ ഹംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താ പറയുക ലസ്റ്റ് ഫോർ പവർ എന്ന് പറയുന്നതിനെക്കാളും ഇത് നമുക്ക് ഭരിക്കുക എന്ന് പറയില്ലേ, ഭരിക്കാൻ വരിക, ഡോമിനേറ്റ് ചെയ്യുക എല്ലായിടത്തും. അപ്പോ ഇതും നമ്മൾ നോക്കണം, നമ്മൾക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഏത് ചക്ര ഓവർ ആക്റ്റീവ് ആണോ അതോ വീക്ക് ആണോ എന്നുള്ളത്. ഇനി നമ്മുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നതാണ് സെന്ററിലുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചക്രയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് 3 ഇത് തന്നെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ചക്ര ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ സഹാനുഭൂതി ഉണ്ടാവില്ല. ഒരാൾ വേദനിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ചില വീഡിയോയിലൊക്കെ ആക്ട് ഓഫ് കൈൻഡ്നെസ് ഒക്കെ പറയും. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും എന്താ പറയുക ഒരു എംപതിയോ സഹാനുഭൂതിയോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. എന്നെ എപ്പോഴും ആ ഒരു ചിന്തയാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതേസമയം ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും, ഒരു കമ്പാഷൻ, സഹാനുഭൂതി, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാൻ തോന്നും. പിന്നെ ഇത് ഓവർ ആണെങ്കിലോ ഭയങ്കര ജലസിയാണ്, അസൂയ, പിന്നെ കോഡിപ്പെൻഡൻസി. അത് കോഡിപ്പെൻഡൻസി ചിലരില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ഒരു നമുക്ക് നമ്മുടേതായിട്ടൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, അത് കളഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രശ്നം. അപ്പൊ ഇത് ഓവർ ആക്റ്റീവ് ആവാൻ നോക്കണം, ലോ ആവാൻ നോക്കണം, ബാലൻസ്ഡ് ആയി നിൽക്കണം എന്നുള്ളതാണ്. ഇനി പിന്നെ നമുക്ക് വരുന്ന ത്രോട്ട് ചക്രയാണ്. വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ബ്ലോക്കേജ് കാണാറുണ്ട്. ഇത് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മളൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള ഇതാണ്, നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഇത് ത്രോട്ട് ചക്രയുടെ ഒരു പ്രശ്നമാണ്. അതേസമയം ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ അസാമാന്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സത്യം പറയാൻ നമുക്ക് തോന്നും, നമ്മൾ നുണ പറയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണെങ്കിലും അത് പറയാനുള്ളത് വരും. അതേസമയം ഇത് ഓവർ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായം, എന്താ പറയാ എല്ലാ കാര്യത്തിലും വിമർശനം, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് അത് പ്രശ്നം. ഗോസിപ്പിംഗ്, വെറുതെ എന്താ പറയുക ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതെല്ലാം ഈ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആകുമ്പോഴാണ്, ഓവർ ആകുമ്പോൾ. അതായത് ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇതായിരിക്കും. ഐ തിങ്ക് ഐ എം ഗിവിംഗ് യു സം പോയിന്റ്സ്. ഇനി നമ്മുടെ തേർഡ് ഐ എന്ന് പറയുന്ന ചക്ര, ഇത് നമുക്ക് നോക്കാം. ഇത് ബ്ലോക്കേജ് ആണെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം തെറ്റിപ്പോകും, ഫോക്കസ് ഉണ്ടാവില്ല കാര്യങ്ങളിൽ, നമുക്കൊരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ബാലൻസ്ഡ് ആണെങ്കിലോ അസാമാന്യമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ, അവബോധം, വിസ്ഡം, ജ്ഞാനം, അറിവ് എല്ലാം നമുക്ക് തന്നെ ഉണ്ടാവും. അതേസമയം ഇത് ഓവർ വർക്ക് ചെയ്യണമെങ്കിലോ നമുക്ക് ഭയങ്കര ഡിലൂഷൻസ് നമുക്കറിയാലോ, രാത്രി നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാക്കുക, ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വിജയിക്കുന്നത് വിചാരിക്കുക. അതേസമയം നൈറ്റ് മെയർസ്, ഉറക്കമില്ലായ്മ, ഇത് രണ്ട് രീതിക്ക് ഇത് ഓവർ ആക്റ്റീവ് ആയിട്ട്, അതായത് ചില വ്യക്തികൾ എന്താ പറയാ നമ്മൾ ഈ ദിവാസ്വപ്നത്തിൽ മാത്രം ജീവിക്കുക എന്ന് പറയുമല്ലോ, അതെല്ലാം ഇത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ഒരു കുഴപ്പമാണ്. ഇനി ക്രൗൺ ചക്ര, അതായത് നമ്മുടെ ബുദ്ധിയുടെ ചക്ര എന്താണെന്ന് പറയാം. ഇത് ബ്ലോക്കേജ് ആണെങ്കിൽ ഡിപ്രഷൻ ആണ് കോമൺ ആയിട്ടുള്ള സൈൻ. അതായത് എല്ലായ്പ്പോഴും ഒരു ദുഃഖഭാവം ഉണ്ടാവും. പിന്നെ പഠിക്കാൻ ഭയങ്കര ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് ഇനി ഇത് ബ്ലോക്കാന്ന് പറയരുത്. ചിലർക്ക് മടിയാണ്, മടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് എത്ര ശ്രമിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടാതിരിക്കും, നമുക്ക് ഫോക്കസ് കിട്ടാതിരിക്കും. എപ്പോഴും നിങ്ങൾ ഓർക്കണം, പല ചക്രാസും കോമ്പിനേഷനിലാണ് വരിക, ഒരെണ്ണം ഒറ്റയ്ക്കല്ല ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലോക്കേജ് ഉണ്ടാവുക. അതേസമയം ഇത് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അസാമാന്യമായിട്ടുള്ള വിശ്വാസവും ബുദ്ധിശക്തിയും ഉണ്ടാവും. ഓവർ ആയാലോ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ജഡ്ജ്മെന്റ് നിങ്ങൾ പറയില്ല, എല്ലാ കാര്യവും നമ്മൾ ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നതിന്റെ ഒരു മലയാളാർത്ഥം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് എല്ലാത്തിനെയും എന്താ പറയുക ഒരു വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ്. അതേപോലെ സ്പിരിച്വൽ അഡിക്ഷൻ, അതായത് ഓവറായിട്ടുള്ള ആത്മീയത ഉണ്ടെങ്കിലും എന്താ പറയുക ക്രൗൺ ചക്ര ഇതാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഐബ്രോസ് റൈസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിന്റെ ടെക്സ്റ്റുകൾ വായിച്ചു നോക്കി പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ 7 ചക്രയിൽ ഏതൊക്കെയാണ് ഇപ്പൊ ബാലൻസ്ഡ്. ചിലപ്പോൾ ഇത് നമുക്ക് നമ്മളെ കുറിച്ച് അവബോധം ഇല്ലെങ്കിലും മറ്റൊരാളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വ്യക്തി എന്തിലാണ് ഇതാവുന്നത്. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില വ്യക്തികൾ പൊതുവെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും, അതവരുടെ പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റിയും ചക്രാസും തമ്മിൽ മിക്സ് ചെയ്ത് ചിലവര് എപ്പോഴും ഭയങ്കരമായിട്ട് ഓവറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, സാധാരണഗതിയിൽ ഒരു നോർമൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ കാര്യമാണ് ഈ ചക്ര വെച്ച് പറയുന്നത്. എന്നുവെച്ചാൽ 16 പേഴ്സണാലിറ്റീസ് ഉണ്ട് സൈക്കോളജിയിൽ, അതും ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. മാത്രമല്ല നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു ഐഡിയൽ പേഴ്സൺ എന്ന രീതിക്കാണ്, അതും ഞാൻ നിങ്ങളുടെ എടുത്തു പറയുന്നു. ഒരിക്കലും എന്താ പറയുക
അത് വെച്ച് നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നോർമൽ ആയിട്ടുള്ള ഇത് കൂടിയാണ് പറയുന്നത്. ഇത് ഫോർ എക്സാമ്പിൾ നമുക്ക് ടാരോയിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ടാരോയും ചക്രയും നമ്മൾ എങ്ങനെയാണ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ ഒരു കാർഡ് എടുത്തിട്ട് എവിടെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോക്കേജ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ കാർഡാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇത് തന്നെ നമ്മൾ 5 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഇതിലെ ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണുന്നത്? 5 കോയിൻസ് കാണാം, 2 സ്ത്രീ, ഒരു വനിതനെയും ഒരു കുട്ടീനെയും കാണാം. അപ്പൊ ഈ കാർഡാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പെന്റക്കിൾസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നമ്മുടെ മൂലാധാര ബേസ് ചക്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്കേജ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കേണ്ടത് നമ്മൾക്ക് എത്രത്തോളം ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണുകൾ അടച്ച് എന്താ പറയുക, മെഡിറ്റേറ്റ് ചെയ്യുക, ബോഡി സ്കാൻ ചെയ്യുക, വേറെ ചിന്തകൾ വരാതിരിക്കുക. എന്നിട്ട് മനസ്സിൽ നമ്മൾ എന്താ പറയുക, അഫർമേഷൻസ് പറയുക. അഫർമേഷൻസ് എപ്പോഴും വളരെ പവർഫുൾ ആണ്. അതായത് ഞാൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കുള്ള അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ എം സ്ട്രോങ്, ഐ എം സെക്യൂർ, ഐ എം സ്ട്രോങ്, ഐ എം സെക്യൂർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഇത് വരും. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റുന്നൊരു കാര്യമല്ല. എപ്പോഴും എന്ത് കാര്യം നിങ്ങൾക്കറിയാലോ, പലപ്പോഴായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് ചക്ര അലൈൻമെന്റ് വരുന്നത്. ഇത് കുറെ നാൾ നമ്മൾ മെഡിറ്റേഷനും ഇതെല്ലാം ചെയ്തിട്ടാണ് അലൈൻമെന്റ് കൊണ്ടുവരുന്നത്. ഒരു ദിവസം 3 ദിവസം പറഞ്ഞുകൊണ്ട് വരില്ല. പക്ഷെ എപ്പോഴും നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. ഇനി നമുക്ക് വേറൊരു കാർഡ് എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഇപ്പൊ 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് കാണുന്ന എന്താണ്? ഒരു വനിതനെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോ സോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എയർ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ത്രോട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തേർഡ് ഐയുമാണ്. അപ്പൊ ഈ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ധൈര്യമില്ല തുറന്നു പറയാൻ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇനി ഫോർ എക്സാമ്പിൾ ഒരു കാർഡ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ഈ കാർഡാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം 4 ഓഫ് കപ്സ് ആണ്. ഒരു വ്യക്തി കൈ കെട്ടിയിരിക്കുന്നു, ഒരു കപ്പ് വന്നിട്ടും ആ വ്യക്തി സ്വീകരിക്കുന്നില്ല. ഇമോഷണൽ ബ്ലോക്കേജ് ആണ്. സേക്രൽ ചക്ര ആൻഡ് ഹാർട്ട് ചക്ര ഇത് രണ്ടും ചേർന്ന് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു വൈകാരികമായിട്ട് നമുക്കൊരു ബാക്ക് ഓഫ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കേജ് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൈക്കിൾ ചക്ര, ഇവിടുത്തെ ഒരു പച്ച കളറും പിന്നെ ഇവിടുത്തെ ഒരു ഓറഞ്ച് കളറും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുക, സ്വയം പറയണം, ഞാൻ സ്നേഹിക്കാൻ എനിക്ക് അതിനുള്ള അർഹതയുണ്ട്, ഐ എം അലൈൻഡ് വിത്ത് ഇറ്റ്. അതിന് മെഡിറ്റേഷൻ ഇതുണ്ട്, അഫർമേഷൻസ് ഉണ്ട്. ഇത് നമ്മൾ പറയണം എന്നുള്ളതാണ്. ഇനി അവസാനം നിങ്ങൾ എത്രയും കേട്ടിരുന്നെങ്കിൽ അടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണമെങ്കിൽ 2 കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് ആഴത്തിൽ പഠിച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ, സമയമില്ല, താല്പര്യമില്ല, പണമില്ല എന്നൊക്കെ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ദിവസവും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ച് സ്റ്റഡി ആയിട്ടിരുന്ന് നമ്മൾ ഈ ഓരോ ചക്രാസിനെയും നമ്മൾ ഫോക്കസ് ചെയ്യണം. ആദ്യം നമ്മൾ റൂട്ട് ചക്രയിൽ നിന്ന് ഫോക്കസ് ചെയ്ത് വരണം. അത് ചുവന്ന കളറാണ്. അത് ഇമാജിൻ ചെയ്തുകൊണ്ട് 1-2 സെക്കൻഡ് അവിടേക്ക് ഫോക്കസ് ചെയ്ത് ബ്രീത്ത് എടുക്കണം. പിന്നെ നമ്മൾ സൈക്കിൾ ചക്രയിൽ അതൊരു ഓറഞ്ച് കളർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. 2-3 ബ്രീത്ത്, ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നേരെ ചക്ര വരെ പോകുന്നത് സങ്കല്പിക്കണം. പിന്നെ നമ്മൾ സോളാർ പ്ലക്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്ത് അതുവരെ പോകണം. മാത്രമല്ല ശരീരത്തിൽ ആദ്യം നമ്മൾ ചുവപ്പ് നോക്കുമ്പോൾ ഒരു ചുവന്ന ബൾബ് അവിടെ വരുന്നു, പ്രകാശിക്കുന്നതായിട്ടും ആ പ്രകാശം ശരീരം മുഴുവൻ പടരുന്നതായിട്ട് സങ്കല്പിക്കണം. അതിനുശേഷം ഓറഞ്ച് ആണെങ്കിലും അത് ശരീരം മുഴുവൻ പടരുന്നതായിട്ട്. ഇനി അതേപോലെ മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ ആൻഡ് വയലറ്റ്. ഇതെല്ലാം നമ്മൾ ഓരോരോ മിനിറ്റ് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്ത് നിങ്ങൾക്കൊരു ബേസിക് അലൈൻമെന്റിലേക്ക് വരാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 21 ഡേയ്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ചക്ര അലൈൻമെന്റ് കോഴ്സുകൾ ചെയ്ത് നോക്കണം. എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കാരണം അതിനർത്ഥം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യാസമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്താ പറയുക, യു ആർ ഡിഫറെന്റ്. അതിന് ഞാൻ നിങ്ങളെ അഭിമാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ്. താങ്ക് യു വെരി മച്ച്.